ആഫ്രിക്കൻ കരുത്തിന് മുന്നിൽ ഇംഗ്ലണ്ട് ടീം പെട്ടുപോയി. ആഫ്രിക്കൻ കരുത്തിന് മുന്നിൽ മറുപടി ഇല്ലാതെ ഇംഗ്ലണ്ട് ടീം 0-0 സമനിലയിൽ അവസാനിച്ചു. ഏത് ഗ്രൂപ്പ് എല്ലിലെ കളി. ഇംഗ്ലണ്ട് തന്നെയാണ് ഇപ്പോൾ ടോപ്പ് സ്കോറർ. 2 കളി 4 പോയിന്റ്, 1 കളി ജയിച്ചു, 1 കളി സമനില. ഘാന 2 കളി 4 പോയിന്റ്, 1 കളി ജയിച്ചു, 1 കളി സമനില. പക്ഷേ ഗോൾ ഡിഫറൻസിൽ ഇംഗ്ലണ്ട് 1ാം സ്ഥാനത്ത് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ക്രൊയേഷ്യയെ 4-2 തോപ്പിച്ച് ഇംഗ്ലണ്ടേ ആയിരുന്നില്ല ഘാനയ്ക്കെതിരെ കണ്ടത്. ഘാന സത്യം പറഞ്ഞാൽ ഡിഫൻസൊക്കെ നല്ല പൂട്ടിയും കളഞ്ഞിട്ടു. അറ്റാക്കിങ് മോശമില്ലാത്തില്ല അവർ കളിച്ചു. ഇംഗ്ലണ്ടിനെ ഏറ്റവും വലയും ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. ഡക്ലൻ റൈസും ഹാരി കെയ്നും ജൂഡ് ബെല്ലിങ്ങാമും സാക്കിയും പിന്നെ ആരൊക്കെ വേണം, ആന്റണി ഗോർഡനും പഠിച്ച പണി 18ഉം, മോർഗനും ആൻഡേഴ്സണും പഠിച്ച പണിയും, റീസ് ജെയിംസൊക്കെ പഠിച്ച പണി 18 നോക്കിയിട്ട് പോലും ഘാനയുടെ പ്രതിരോധ പൂട്ടും ഗോൾ കീപ്പറേയും മറികടക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഞാൻ പ്രതീക്ഷിച്ച എന്തായാലും 3 ഗോളിനെങ്കിലും എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആരോട് പറഞ്ഞു, എൻ്റെ ഒരു പ്രഡിക്ഷൻ ഞാൻ പറഞ്ഞതാണ് 5-1 എൻ്റെ പ്രഡിക്ഷൻ. 5-1. കാരണം കഴിഞ്ഞ പ്രാവശ്യം ക്രൊയേഷ്യക്കെതിരെയുള്ള കളി കണ്ട ഏത് വ്യക്തിയും പറയും ഘാനയല്ലേ 5 ഗോൾ അടിക്കും. 5 പോയിട്ട് ഒന്നും മണക്കാൻ പോലുള്ളതൊന്നും അവർ തന്നില്ല ഇംഗ്ലണ്ടുകാർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കൻ കാര്യത്തിന് മുന്നിൽ മുട്ടുപറച്ച് പോയി എന്ന് പറയാം. പക്ഷെ അവസാനത്തെ മിനിറ്റുകളിൽ ഒരു കിടിലൻ ചാൻസ് കിട്ടിയിരുന്നു അവർക്ക്, ഇംഗ്ലണ്ടിനെ. അതവർ പാഴാക്കുകയും ചെയ്തു. ഒറൈലിയുടെ ഹെഡർ ഗോൾ പോസ്റ്റിൽ എടുത്തിട്ടു. അപ്പോൾ അവർക്ക് വേണ്ടി ഗോൾ പോസ്റ്റ് നല്ല റോൾ വഹിക്കുന്നുണ്ട്. ഗോൾ പോസ്റ്റ് എടുത്തിട്ട ബോള് കൃത്യമായിട്ട് വന്നത് ഗോൾ പോസ്റ്റ് തൊട്ടപ്പുറത്ത് അധികം ദൂരമില്ല, ഇച്ചിരി ദൂരമേ ഉള്ളൂ. വന്ന് വീണത് കഴിഞ്ഞ കളി 2 ഗോൾ അടിച്ച ഹാരി കെയ്ൻ്റെ മുന്നിൽ. ഹാരി കെയ്ൻ ആകാശത്തേക്ക് അടിച്ചു കളഞ്ഞു. അത് മര്യാദക്ക് ഗ്രൗണ്ട് തൊട്ടടിച്ചാൽ പുള്ളി കയറിയുന്നത്. 1-0 ഇംഗ്ലണ്ട് ജയിക്കാൻ ആ ഒരു സുവർണ അവസരം ഇംഗ്ലണ്ട് പാഴാക്കരുത് മക്കളെ, പാഴാക്കരുത്. അപ്പോൾ 12ാമനായിട്ട് അവരോട് കൂടെ ഗോൾ പോസ്റ്റ് ഉണ്ടായിരുന്നു. ഗോൾ കീപ്പർ അസാമാന്യ സേവുകൾ നടത്തിയിട്ടു. ലക്ഷ്യമില്ലാത്ത ഗോൾ കീപ്പറായിരുന്നു. ഡിഫൻസ് മോശമില്ലാത്ത അവരും അവരുടെ പാർട്ട് ഗംഭീരാക്കി. സെമന്യോ ഒക്കെ ഉണ്ട്, സിറ്റിക്ക് വേണ്ടി കളിക്കുന്ന സെമന്യോ. പാർട്ടി നമ്മുടെ ആർസണലിന് വേണ്ടി മുമ്പ് കഴിഞ്ഞ സീസണിൽ കളിച്ചിരുന്ന അവരുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ പാർട്ടി ഉണ്ടായിരുന്നു. അവരുടെ രീതിയിൽ അവർ ഭംഗിയായിട്ട് കാര്യം ചെയ്തു. വിലപ്പെട്ട ഒരു പോയിന്റും അവർ കരസ്ഥമാക്കി. ഇനിയിപ്പോൾ റിസ്ക് ഇപ്പോൾ ഇനിയുള്ളത് ക്രൊയേഷ്യക്കാണ്. ക്രൊയേഷ്യയും പനാമയും തോന്നുന്നു അവരുടെ ഗ്രൂപ്പിലുള്ളത്. ക്രൊയേഷ്യയും പനാമയും തമ്മിലാണ് അടുത്ത കളി. അതിനുണ്ടായി ക്രൊയേഷ്യ ജയിക്കുന്നതിന് എനിക്ക് തോന്നുന്നത്. ക്രൊയേഷ്യ ജയിച്ചു കഴിഞ്ഞാൽ ക്രൊയേഷ്യക്ക് 3 പോയിന്റ് 3ാം സ്ഥാനത്തേക്ക് എത്തും. പിന്നെ അവസാന റൗണ്ട് പോരാട്ടങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. എനിക്ക് എന്തായാലും നന്നായി കളിച്ച മികച്ച രീതിയിൽ കളിച്ച 3ാം സ്ഥാനക്കാർക്ക് പ്രവേശനം ഉണ്ടല്ലോ. അതൊരു പ്രതീക്ഷയാണ് ക്രൊയേഷ്യൻ ഘാനയ്ക്കും. അവസാന ലീഗ് മത്സരത്തിൽ ക്രൊയേഷ്യൻ ഘാനയും നമ്മൾ ഏറ്റുമുട്ടുന്നത്. അതിന് ജയിക്കുന്നവരെന്തായാലും കയറിപ്പോവും. തോക്കുന്നവർ ചിലപ്പോൾ പുറത്താവില്ല എന്നൊക്കെ കണ്ടറിയണം. സമനിലയായാൽ പോലും ഘാന റൗണ്ട് ഓഫ് 32 കയറും. എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഗ്രൂപ്പിൽ 2ാം മത്സരം ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. 2ാം മത്സരത്തിൽ ആദ്യത്തെ ഒരു കഴിഞ്ഞിട്ടുള്ളൂ ഇംഗ്ലണ്ടും ഘാനയും. ഇനി പനാമയും തോന്നുന്നു കേട്ടോ ടീം. പനാമയും ക്രൊയേഷ്യയും കൂടിയിട്ട് കളി വരുന്നേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അവിടുത്തെ സെക്കൻഡ് ലീഗ് കഴിയും. പിന്നെ മൂന്നാം റൗണ്ട് മത്സരങ്ങൾ വരുമ്പോൾ ആണ് ക്രൊയേഷ്യയും ഘാനയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ഒരു സമനില കിട്ടിയാൽ മതി, ഘാന റൗണ്ട് ഓഫ് 32 കയറിപ്പോവും. തോക്കുകയാണെങ്കിൽ മാത്രമേ ഒരു സംശയമുള്ളൂ. എന്നാലും മികച്ച 3ാം സ്ഥാനക്കാരുണ്ടല്ലോ, ഒരു ആനുകൂല്യം ഈ 2 പേർക്ക് കിട്ടാതിരിക്കില്ല. അപ്പോൾ അതൊക്കെയാണ് ആ ഗ്രൂപ്പിലെ വിശേഷങ്ങൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് നമ്മൾ വേർത്തു. പക്ഷേ ഗോൾ അടിക്കാൻ പറ്റില്ല. മാതിരി ലോകോത്തര പ്ലേയേഴ്സൊക്കെ ഉണ്ടായിരുന്നു, ഗോൾ അടിക്കാൻ പറ്റില്ല. പക്ഷേ അതാണ് 90 മിനിറ്റ്സ് ഫുട്ബോളിൻ്റെ സൗന്ദര്യം. അതാണ്. ഇപ്പോൾ നമ്മൾ ജയിക്കുന്നു വിചാരിച്ച കളി ഖത്തറൊക്കെ പൂട്ടും. സ്പെയിനിനെ പൂട്ടിയത് കണ്ടില്ലേ? സ്പെയിനിനെ പൂട്ടിയത്? കോപ്പ വെറുതെ ആരെങ്കിലും വിചാരിച്ചു? ഇല്ല. പോർച്ചുഗലിനെ കോങ്കോ 1-1 പൂട്ടും. ആരെങ്കിലും വിചാരിച്ചു? ഇല്ല. അതൊക്കെയാണ് ഫുട്ബോളിൻ്റെ സൗന്ദര്യം. പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ആ 90 മിനിറ്റ്സ് സംഭവിക്കും.